ഹായ്. ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരുപാട് കലാരൂപങ്ങളുള്ള കണ്ണൂർ ജില്ലയിലാണ് ഞാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ ഏഞ്ചലോ ഫോർട്ടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഏഞ്ചലോ ഫോർട്ടിൻ്റെ വിശേഷങ്ങളും അറക്കൽ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. എല്ലാവരും എന്നോടൊപ്പം പോരും. ഇന്ത്യയിലെയും സാർക്ക് രാജ്യങ്ങളിലെയും സിറ്റിസൺസിന് 25 രൂപയും മറ്റു വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്ക് 300 രൂപയുമാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഈ കോട്ടയുടെ ചരിത്രം ആലേഖനം ചെയ്ത ഒരു ഫലകം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പതുക്കെ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ഒരു പഴയ പീരങ്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോ. നമുക്കിതുവഴി ഇങ്ങനെ പുറത്തേക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് ഇവിടെ. അതായത് വഴി ഇങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കടൽ കാണാൻ, നമുക്ക് ഹാർബർ കാണാൻ പറ്റും. ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ വഴി പോയി തിരിച്ച് ആ വഴി വരാം. ഇവിടെയും ഒരു ഗാലറിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുൻപ് ലൈറ്റ് ഷോയോ മറ്റോ ഉണ്ടായിരുന്നതായി തോന്നുന്നു. അതിനായിരിക്കണം ഈ ഗാലറി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്രീനറിയാണ് ഇവിടെ ഉള്ളത്. കടലിൻ്റെ ഇരമ്പം എനിക്കിങ്ങനെ കേൾക്കാം. തൊട്ട് പുറകിൽ കടലാണ്. അങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ വന്നതാണ്. അപ്പം 2 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ മാടായിപ്പാറ പോയി. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇന്നത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടി കഴിഞ്ഞു. ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വെറുതെ ഇരിക്കുകയാണ് റൂമിൽ. ഒരു പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു പണിയില്ലാതിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എപ്പോഴും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒന്നുകിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ പടം വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ നോക്കി വേസ്റ്റാക്കി കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഒരു കാര്യവുമില്ല. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനല്ലാതെ ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ വായിക്കാറില്ല. ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ വാങ്ങാറുമില്ല. കാരണം അതൊരു വേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നമുക്ക് കുക്കു FM പോലെയും അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ഇഷ്ടം പോലെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഓഡിയോ ബുക്സ് എടുത്തിട്ട് കേൾക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ ഞാൻ റീഡ് ചെയ്യുക ചെയ്യുന്നത്. ഈ പോകുന്ന വഴിയിലെല്ലാം പഴയ പീരങ്കി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പീരങ്കിയാണ്. കണ്ണൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കോട്ടയാണ് കണ്ണൂർ കോട്ട അഥവാ സെൻറ്റ് ആഞ്ചലോസ് കോട്ട. ഉള്ളതാണെന്ന് തോന്നുന്നു. അലാം പോലെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഞാനിപ്പോൾ പുസ്തകം സെലക്ട് ചെയ്തിട്ടേ വായിക്കാറുള്ളൂ. അതായത് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള നോവൽസ് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അല്ലാത്തൊന്നും ഞാൻ വായിക്കാറില്ല. പിന്നെ ഞാൻ എല്ലാ നോവൽസും എല്ലാ ഇതൊന്നും വായിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള, എല്ലാവരുടെയും തലയിൽ ഉദിക്കുന്ന എല്ലാ ആശയങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ വായിക്കാറുള്ളൂ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് വി ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദാറ്റ്, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണോ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അല്ലാതെ പല നോവലിസ്റ്റിൻ്റെയും പൈങ്കിളിയായിട്ട് അവരുടെ ഉള്ളിൽ ഉള്ള വികാരങ്ങളെ എഴുതി വെക്കുന്നതിനെല്ലാം നമ്മൾ വായിച്ച് നമ്മൾ സ്വാംശീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നോവൽസ് വായിക്കുന്നത് കുറവാണ്. അതേപോലെ സിനിമ കാണുന്നതും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്ക് സിനിമ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല ക്ലാസിക്കൽ സിനിമകൾ, ചരിത്രപരമായ സിനിമകളൊക്കെ വരികയാണെങ്കിൽ അത് ഞാൻ കാണും. നമ്മളിങ്ങനെ പോയി കടലിൻ്റെ ഇരമ്പം നന്നായിട്ട് കേൾക്കാൻ കടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൻ്റെ ഇരമ്പം കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ ഭയങ്കര പേടി തോന്നുന്നൊരു ശബ്ദവും കൂടെയാണ് കടലിൻ്റെ ഇരമ്പം, അല്ലേ? വിശാലമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് തിരകൾ. നമുക്കിവിടെ ഈ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. നോക്കട്ടെ. ഇറങ്ങാനുള്ള സാധ്യതയില്ല. കാരണം ഇതിങ്ങോട്ട് കയറി കിടക്കുന്നൊരു ബീച്ചാണ്. അപ്പോൾ നമുക്കിവിടെ കരയ്ക്ക് നിന്നിട്ട് കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടി ഒരു തിര ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഓടി വരുന്നു. അടിപൊളി. ആഹാ, നല്ലൊരു ബീച്ചാണ്. ബീച്ചെന്ന് പറയാനായിട്ട് ഇവിടെ മണൽത്തരികളില്ല, പകരം കല്ലുകളാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തൊക്കെ കടലാക്രമണം നല്ലതായിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കടലിങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവർ ഒരുപാട് കല്ലുകൾ നല്ല ഉയരത്തിൽ അടുക്കിയിട്ടുണ്ട്. കടലിൻ്റെ അടുത്ത് നമ്മൾ എത്ര പോയിരുന്നാലും നമുക്ക് മടുക്കത്തില്ല. നല്ല കാറ്റും ആ ശബ്ദവും, റോറിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഗർജനം പോലെ, അല്ലേ? സിംഹത്തിൻ്റെ ഗർജനം പോലെ. അത് അടുത്ത തിര വരുന്നു.
അടിപൊളി ഇതാ വരുന്നു. കൊള്ളാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫോർട്ടിൻ്റെ തെക്ക് വശത്തുള്ള ഒരു വാച്ച് ടവറാണ്. അവിടെ കാട് നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കേതായാലും ഈ അണ്ടർ പാസേജിൽ കൂടെ പോവാം, കയറി അപ്പുറത്തിറങ്ങാം, ഇറങ്ങിയിട്ട് നോക്കാം അങ്ങോട്ട് വഴിയുണ്ടോയെന്ന്. കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. ഇതുവഴി വന്നാൽ നമ്മൾ വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പോർച്ചുഗീസ് സൈനിക മേധാവിയായിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ടയുടെ പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ്. ഇതിലെല്ലാം സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ടത്തെ കൺസ്ട്രക്ഷനിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞത് കണ്ടേ, കക്കയും ഉപയോഗിച്ചിട്ടുള്ള സുർക്കി മിശ്രിതം. അതിന് നല്ല ബലമാണ്. മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആ കോട്ടപ്പുറം കോട്ടയിൽ പോയപ്പോഴും അവിടെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ സുർക്കി മിശ്രിതം കണ്ടായിരുന്നു. ഇതുണ്ട്, ഒരു ഓന്ത് ഓടിപ്പോയി. ഇതെന്താണെന്നറിയില്ല, ഇങ്ങനെ ബോക്സുകൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. സോളാർ പാനലാണോ എന്താണെന്നറിയില്ല. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പുകക്കുഴൽ, ലൈറ്റ് ഹൗസ് പോലെ ഉപയോഗിച്ചിരുന്ന പുകക്കുഴലാണെന്നാണ് തോന്നുന്നത്. അതായത് ഏറ്റവും മുകളിൽ തീ കത്തിച്ചിട്ട് വെളിച്ചം നൽകിയിരുന്നതാണെന്ന് തോന്നുന്നു ഷിപ്പിനും ബോട്ടിനുമൊക്കെ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള മുറികളാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, എപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ്. നമുക്ക് അടിയിലോട്ട് പോകാം, ഇറങ്ങിപ്പോകാം. ഇതുവഴി പോയിട്ട് നോക്കിയിട്ട് പോകാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ വന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറയ്ക്കുകയും 110 വർഷം അവർ ഭരിക്കുകയും ചെയ്തു. 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട പിന്നീട് വിൽക്കുകയാണ് ഉണ്ടായത്. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. ഇവിടെ ഇപ്പോൾ ഷിംഗിൾസ് ഒക്കെ വെച്ചിട്ട് പുതുതായിട്ട് പുതുക്കി പണിതിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ചോർച്ച എന്തെങ്കിലും ഉണ്ടാവും. ഈ കോട്ടയുടെ സമീപ പ്രദേശത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സൈനിക താവളം ഉണ്ട്. 1745-55 കാലത്തെ ഡച്ചു കമാൻഡന്റിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിൻ്റെ വിവരങ്ങൾ പഴയ ഡച്ചു ഭാഷയിൽ കൊത്തിയ ശിലാഫലകം കോട്ടയിൽ കാണാം. 500 വർഷത്തെ പഴക്കമുള്ള ഈ ചരിത്ര സ്മാരകം പറയാതെ പറയുന്ന ചില കഥകളുണ്ട്. ഞാനിപ്പോൾ കോട്ടയുടെ ഏറ്റവും ടോപ്പിൽ പടിഞ്ഞാറേ വശത്തെത്തി, കടലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ വലിയ കുഴിയാണ്. സായിപ്പിൻ്റെ ഭീകരതകൾക്ക് സാക്ഷിയായിരുന്നത് കോട്ടയ്ക്ക് ചുറ്റും അറബിക്കടലിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന പീരങ്കികളായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ റേഞ്ച് ഉള്ളവയായിരുന്നത്രയാവ. ഈ റേഞ്ച് എങ്ങനെയായിരുന്നു പരീക്ഷിച്ചിരുന്നതെന്ന് അറിയാമോ? നമ്മുടെ നാട്ടുകാരെ പീരങ്കി മുഖത്ത് വെച്ച് കെട്ടി തീ കൊളുത്തുമായിരുന്നത്രേ. എന്തൊരു കൊടും ക്രൂരതയാണ് വിദേശികൾ നമ്മളോട് ചെയ്തിട്ടുള്ളതല്ലേ. ഇതാണ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൻ്റെ പടിഞ്ഞാറേ ഭാഗം, അല്ലെ അതിൻ്റെ മൗത്ത് ഓപ്പണിംഗ് ഭാഗം എന്ന് പറയുന്നതാണ്. കുതിരകളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കുതിരാലയം എന്നാണ് പല കഥകളിലും പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സൈനികരുടെ താമസ സ്ഥലമായിരുന്ന ഒരു ഗോപുര ഇടനാഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ സൈനബ എന്ന പാട്ടിലൊക്കെ ഈ മനോഹരമായ ഇടനാഴിയുണ്ട്. വല്ലാത്തൊരു ഭീകരത തോന്നുന്നു. ഈ ജൽപ്പുള്ളികളായിട്ട് പിടിക്കുന്ന ആളുകളെ
കുളിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലേക്കും കയറാം, 2 ഭാഗത്തായിട്ടുണ്ട്. പിന്നെ അത് വായു കയറാനായിട്ട് മുകളിൽ ഇവിടെ ഇങ്ങനെ വായു കയറാനാണോ എന്തിനാണ് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതാ ഇവിടെ ഇങ്ങനെ ആർച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സൈഡിലും. ഈ ഭിത്തിക്കൊക്കെ നല്ല വീതിയാണ്, ഇത് കണ്ടില്ലേ. പെട്ടെന്നൊന്നും ഒരു പീരങ്കി ഉണ്ടൊന്നും തുളച്ച് കയറി തകർന്നു പോകാൻ പാടില്ല, ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയിൽ 4 കട്ട വീതിയിലൊക്കെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ട്, ഇതൊരു ഗേറ്റാണ്. ഇത് ഇരുട്ട് കാരാഗ്രഹമാണ്. യുദ്ധ തടവുകാരെ പാർപ്പിക്കാനായിരുന്നു ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. കിണറുണ്ട് ഏറ്റവും ആഴത്തിൽ. ഇവിടെ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫീഡിങ് റൂമൊക്കെ ഉണ്ട്. ഫീഡിങ് മദറൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാതെ. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നത് ഈ മുറികളിലായിരുന്നില്ല. അതിനുവേണ്ടി അവർക്ക് ഒരു പ്രത്യേക മാൻഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ മനുഷ്യരെ ഭൂഗർഭ ജയിലിലേക്ക് ഇടും. അതായത് ഇരുട്ട് നിറഞ്ഞ ഒരു കുഴിയിലേക്ക് അവർ വീഴും. ഇരുട്ടിനു പുറമെ വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം കൂടി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കും. ഈ കുഴി ജയിലിലാണത്രേ കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നത്. അന്ന് നമ്മുടെ നാട്ടുകാരിൽ എത്ര പേർ ആ കൊടും കുറ്റവാളി ലിസ്റ്റിൽപ്പെട്ട് ഇരുട്ടറയിൽ ജീവിതം തീർത്തിട്ടുണ്ടാകും. ഫോർട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. നമുക്ക് അറക്കൽ മ്യൂസിയം കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. ചരിത്രം അങ്ങനെ കടൽത്തിരകൾ പോലെ അടിച്ചു കയറുന്നുണ്ടെങ്കിലും അവയെ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്കിന്നും ആയിട്ടില്ല. ആന കുത്തി തുറക്കാതിരിക്കുന്നതിനാണ് മുൻവശത്തെ വാതിലുകളിൽ മുള്ളുകൾ പിടിപ്പിച്ചിട്ടുള്ളത്. എന്നാലും എത്ര മുള്ളുകൾ ഉണ്ടെങ്കിലും ആനയുടെ കാലിൽ മരക്കവചം വെച്ചു കൊടുത്താൽ ഈ ഗേറ്റ് ചവിട്ടി തുറക്കാം. എന്നാൽ അതിന് മറ്റൊരു സൂത്രപ്പണി സായപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചവിട്ടുന്നതിന് മുൻപ് ആനയ്ക്ക് കുറച്ചു ദൂരം പിന്നോക്കം പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചേർത്ത് നിർമ്മിച്ച മതിൽ ഈ വാതിലിന് മുൻപിലുള്ളതുകൊണ്ട് പിന്നോട്ട് ആഞ്ഞ് ആനയ്ക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കരയിലൂടെ വരുന്ന ശത്രുസൈന്യത്തെ ആ രീതിയിൽ തടയുന്നതിനാണ് ഈ വാതിലിൽ ഇത്തരം മുള്ളുകളും ഘടിപ്പിച്ച് മതിലും നിർമ്മിച്ചിരിക്കുന്നത്. വശങ്ങളിലും, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന ആ വശത്തും ബാക്ക് സൈഡിലും ഇതേപോലെ കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. 2 സൈഡിൽ ഈ 2 കിടങ്ങുകളും ചെന്നെത്തുന്നത് കടലിലേക്കാണ്. ഒന്ന് അപ്പുറത്തെ സൈഡ്, കടലിൻ്റെ അപ്പുറത്തെ സൈഡിലും മറ്റൊന്ന് കടലിൻ്റെ യഥാർത്ഥ കടലിലേക്ക്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് അറക്കൽ മ്യൂസിയം കാണാനായി പോവുകയാണ്. ഇതുണ്ടല്ലേ സാക്ഷ, നമ്മുടെ കുളത്തിൻ്റെ പകരം അന്ന് ഉപയോഗിച്ചിരുന്ന ഇതാകണ്ടല്ലേ. ഇനി നമുക്ക് തുറന്ന് പുറത്തേക്ക് നോക്കാം. അപ്പോൾ പുറത്തും ഒരു അടപ്പുണ്ടാവും, അകത്തുമുണ്ട്. പകൽ സമയത്ത് ഇങ്ങനെ ഇത് തുറന്നിടാം. തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്കിതിങ്ങനെ അടച്ചിടാം. അതുപോലെ പകൽ സമയത്ത് ഇതിങ്ങനെ തുറന്ന് ഇട്ടിട്ട് അവരുടെ ടേബിളാണ്. ആരൊക്കെയാണ്? ആദ്യത്തെ ആളാണ് ജൂനുമ്മ ബീവിയാണ്. 1719 മരിച്ചത്. പിന്നെ അതിന് ശേഷം വന്ന ആളുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ അറക്കൽ ബീവി ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1796. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറക്കൽ രാജവംശത്തിൻ്റെ റോയൽ സീലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തം തടിയാണ് തറ. റൂഫും അതേപോലെ തന്നെ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, വലിയൊരു കണ്ണാടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ. അതേപോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി കുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളിലേക്ക് പോവാം. ഈ ഡോറിന് ഇവർ ഇതേപോലെ തന്നെ കണ്ടോ അടച്ചിടുകയും ചെയ്യാം, ഇങ്ങനെ അടച്ചിടുകയും ചെയ്യാം, തുറന്നു വെക്കുകയും ചെയ്യാം, പുറത്തുനിന്ന് ആരാണ് വരുന്നതെന്ന് അറിയാനായിട്ട്. ഇവിടെയൊക്കെ ജനലിന് കണ്ടില്ലേ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ. നമുക്ക് ഈ ഗാലറിയുടെ ഉള്ളിൽ കയറാം. ഇവിടെ ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുവകകളാണ്. നിലവിളക്ക്, തമ്പുരാട്ടി വിളക്കെന്ന് പറയുന്ന സാധനമാണിത്. അവിടെ ഇന്ത്യൻ കസ്റ്റം ആയതുകൊണ്ടാണ് മുസ്ലിംസ് ആണെങ്കിൽ പോലും ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. കാരണം ഇന്ത്യൻ ട്രഡീഷനാണല്ലോ അവർക്കുള്ളത്. ഒക്കെ അന്ന്
ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്തുവകളാണ്. പഴയ ഗ്രാമഫോൺ ടെലിഫോണാണ് കാണുന്നത്, ടെലസ്കോപ്പ് ഉണ്ട്. പിന്നെ അവരുപയോഗിച്ചിരുന്ന ഹോളി ഖുറാനിൻ്റെ കയ്യെഴുത്ത് പ്രതി, അതേപോലെ തന്നെ പിന്നെ അംശവടി എന്ന് പറയുന്നത്, അതായിരുന്നു അവരുടെ അംശവടി എന്ന് പറയുന്നത്. ഇതൊരു സിംഹത്തിൻ്റെ തലയുള്ള ഒരു അംശവടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അവരുടെ രാജസദസ് ദർബാർ ഹാളാണ്. നമുക്ക് എല്ലാം തടിയുടെ ഉപകരണങ്ങളാണ് കാണുന്നത്. ഒരു റൗണ്ട് ടേബിളുണ്ട്. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറക്കൽ. മറ്റ് ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്കത്തായമാണ് അറക്കലും പിന്തുടർന്നത്. കുടുംബത്തിലെ മൂത്തയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും രാജാവാകുകയായിരുന്നു പതിവ്. പുരുഷനാണെങ്കിൽ ആലി രാജാവെന്നും സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബീവി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കണ്ണൂരും ലക്ഷദ്വീപും ഭരിച്ചിരുന്നത് ഇവരായിരുന്നു. കച്ചവടം വഴി യൂറോപ്പുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അറക്കൽ രാജകുടുംബത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പ്രധാനം കോലത്തിരി അല്ലെങ്കിൽ ചിറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. കോലത്തിരി കുടുംബത്തിലെ രാജകുമാരിയെ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചതിൽ നിന്നാണ് അറക്കൽ രാജവംശം ഉണ്ടായതെന്നാണ് ഒരു ഐതിഹ്യം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കോലത്തിരിയുടെ മന്ത്രിയായിരുന്ന അരയൻകുളങ്ങര നായർ മതം മാറിയതിൽ നിന്നാണ് ഈ വംശം ഉണ്ടായതെന്ന് മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. എന്തുതന്നെ ആയാലും കോലത്തിരി അറക്കൽ രാജവംശങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ രാജവംശത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ തുടരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫൊക്കെ എടുക്കാം. അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമ്മൾ 30 രൂപ അടയ്ക്കണം. ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ്. കൂടാതെ നമ്മൾ 30 രൂപ അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് പറ്റും നമുക്ക്. അവർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളും പരിചയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ചെമ്പ് പാത്രങ്ങൾ കാണാൻ പറ്റും. അവരുപയോഗിച്ചിരുന്നതാണ്. വെള്ളം വെച്ചിരുന്നത്. ആയിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? പുക വലിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സ്ത്രീകളൊക്കെ ഇപ്പോഴും ലക്ഷദ്വീപിലും മാലദ്വീപിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ സാധനം വെച്ചിട്ട് പുക വലിക്കുന്ന കാണാം. അപ്പോൾ ഇതിൽ പുക നിറച്ചിട്ട് പുകയിലേക്ക് ഇട്ടിട്ട് ആ പൈപ്പിൻ്റെ അറ്റത്തൂടെ ഗ്യാസ് വരും. ആ വരുന്ന ഗ്യാസ് അവർ പുകയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ അറക്കൽ രാജവംശത്തിനും ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് നമ്മളിതിവിടെ കാണുന്നത്. മാൽദീവ്സിൽ ഇപ്പോഴും പ്രായമായ സ്ത്രീകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് വലിക്കാറുണ്ട്. അത് കാരണം അവർക്ക് തൊണ്ടയിലെ ക്യാൻസർ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് മാൽദീവ്സിലെ സ്ത്രീകൾക്ക്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴെയാണ് ബാക്കിയുള്ളത്. താഴെ റെഡ് ഓക്സൈഡാണ്, മുകളിൽ മാത്രമേ ഉള്ളൂ തടി. മഴയാണ് ഇന്ന്. ഈ കണ്ണൂർ, ഈ വടക്കൻ ജില്ലകളിലെല്ലാം മഴയാണ്. ഈ ഒരു ജനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി അടുത്തായിരിക്കും ഉണ്ടാക്കുന്നത് ഈ തടികൾ. അപ്പോൾ അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്തുള്ളത് കാണാൻ പറ്റും. പക്ഷേ പുറത്തുള്ളവർക്ക് അകത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റില്ല. നമുക്ക് തടിയുടെ പില്ലറൊക്കെ നല്ല കുത്തുപണികളൊക്കെ കണ്ടാൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള തടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും.